ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ളോഗ് ഓഫ് കാപ്പി കമ്പനി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിബി? ഇന്ന് നമ്മൾ നമ്മുടെ സുയിത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സുയിത്തേട്ടൻ്റെ വീടെന്ന് പറഞ്ഞാൽ സുയിത്തേട്ടാന്ന് വെച്ചാൽ ഞാനും കാർത്തിയും സുയിത്തേട്ടനും ഒരുമിച്ചാണ് ഒരു ടൈമിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. സുയിത്തേട്ടനിലാണ് കാർത്തിയെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. സുയിത്തേട്ടൻ നമ്മൾ സ്വന്തം ചേട്ടനെ പോലെയാണ്. നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമായി പുറത്തോട്ട് ഒരാളെ കാണാൻ പോകുന്നത് ഇന്നാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർ ഇറങ്ങുന്നതിൻ്റെ വലിയൊരു സപ്പോർട്ട് സുയിത്തേട്ടനായിരുന്നു. കാരണം നമ്മുടെ കാർ എടുക്കുന്ന സമയത്ത് നമുക്ക് ലോണിൻ്റെ സമയത്തൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഗ്യാരണ്ടർ അങ്ങനെ നമുക്ക് ഫാമിലിയിൽ നിന്നൊന്നും ആരെയും സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സുയിത്തേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു, അണ്ണ വണ്ടി എടുക്കാൻ നിൽക്കുവാണ്, അപ്പോൾ പറയടാ കാരണം ഒരു ഗ്യാരണ്ടറുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ നിൽക്കാടാ, ഞാൻ എന്നാൽ ശരിക്കും. അപ്പോൾ എനിക്ക് കരച്ചിലൊക്കെ ഒന്നും കേട്ടോ. കാരണം വീട്ടുകാർ ആയിരത്തി ഇങ്ങനെ സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് നമ്മളടുത്ത് റാൻഡമായിട്ട് പരിചയപ്പെട്ട ഒരു ബ്രദറെ പോലെ നിൽക്കുന്നെങ്കിലും നമ്മൾ ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു ഒരിക്കലും. നമുക്ക് മെയിൻ ആയിട്ട് സാലറി സർട്ടിഫിക്കറ്റ് നമ്മൾ ആക്ച്വലി ഇപ്പം ഞാൻ ഗവൺമെന്റ് എംപ്ലോയി ഇപ്പം ഇങ്ങനെ സാലറി അല്ലാതെ ഇപ്പം നിൽക്കുന്നുണ്ട്. പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് സാധനം ഇല്ല. അതെനിക്ക് എൻ്റെ വീട് ട്രിവാൻഡ്രം, ഞാൻ നിൽക്കുന്നത് എറണാകുളം, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ ലോൺ ഡേയ്സ് വന്നപ്പോഴത്തേക്ക്. ആ സമയത്ത് സുയിത്തേട്ടനാണ് നമ്മുടെ രക്ഷകനായിട്ട്. സോ സുയിത്തേട്ടനെ കാണാനായിട്ടൊരു പോക്കോട്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാനും വരുന്നുണ്ട്. അതെ, കാർ ഇറക്കി ആദ്യം ഒരാളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് സുയിത്തേട്ടനായിരിക്കും എന്ന്. അപ്പോൾ സുയിത്തേട്ടനാണെങ്കിൽ ഞാൻ പോകുന്നുണ്ട്. ഇന്ന് കാർത്തി അങ്ങോട്ട് വരുന്നത്. അപ്പം ഞാനും കാർത്തി ഒന്നുമില്ല. അപ്പം ലൈഫിൽ വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ട് ആൾക്കാർ നമ്മളെ വണ്ടി ഇതുവരെ കണ്ടില്ല. രണ്ടുപേരെയും കാണാൻ നമ്മളിന്ന് പോവുകയാണ്. അപ്പം ലൊക്കേഷൻ ഏതാണ്ട് മാവേലിക്കര ഭാഗത്താണ്. ഇവിടെ നമുക്കൊരു 100 കിലോമീറ്റർ പുറത്തുണ്ട്. നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ യാത്ര തുടങ്ങി. ചുണ്ട് ചരിഞ്ഞു, പിക്ക് വിശന്നിട്ട് പി ചരിഞ്ഞു തുടങ്ങി. അപ്പോൾ പി വിശന്നുകൊണ്ട് നമ്മൾ അൽസാജ് കിച്ചൻ, എവിടത്തെ അൽസാജ് കിച്ചൻ? ഇത് അരൂര് അരൂര് അൽസാജ് എത്തി. നല്ലതാണെന്ന് അറിഞ്ഞൂടാ. ആകെ ഒരു ഒറ്റ കാറ് മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ ഷെഫിൻ്റെ ആണോ എന്ന ഡൗട്ട് എനിക്കില്ല. പിന്നെ നമ്മളത്രേ ഉള്ളൂ. കഴിച്ചിട്ട് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഓഫ് ടു അൽസാജ് കിച്ചൻ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പോകും. ആംബിയൻസ് വൈസ് നോക്കുമ്പോൾ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. എന്താ ഷവർമ അതൊക്കെ നല്ല ആംബിയൻസും ഒക്കെ ഉണ്ട്. സംഭവം കായലല്ലേ ഇത്? കായലല്ലേടി? നീ കൊച്ചിക്കാരിയല്ലേ? അങ്ങനെ പറയരുത്, എയറിലേക്കൊക്കെ പോണ്ടേ. നമ്മള് ഫുഡ് ഓർഡർ ചെയ്തു. പീപ്പി എന്താ പറഞ്ഞേ? പീപ്പി ബിരിയാണി പറഞ്ഞു. ചുണ്ട് എണീറ്റോടെ ഇരിപ്പുണ്ട്. ഞാനൊരു ചിക്കൻ ചട്ടിച്ചോറ് പറഞ്ഞു. ചിക്കനല്ല, ചട്ടിച്ചോറ് പറഞ്ഞു. ഇവിടെ സ്പെഷ്യൽ ചട്ടിച്ചോറായതുകൊണ്ട് ചട്ടിയോടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. പീപ്പിക്ക് ഇതേ ബിരിയാണി ചെസ്റ്റ് പീസ് ആണെന്ന് പറയാൻ മറന്നു അല്ലേ? പി ലാസ്റ്റ് ട്രൈ എങ്ങനെയാണ് നോക്ക്. നല്ലതാണോ? ഇവിടെ അവിയൽ, എന്തോ ഒരു സാലഡ് പോലെ, സാമ്പാർ, ബീഫ്, അച്ചാറ്, വെച്ചൂട്ടാൻ, നല്ല നൊത്തോലിയും. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ചുണ്ടൂർ ഐസ്ക്രീം വെച്ചോണ്ടിരിക്കണം. ഇതാണ് ബില്ല്. എത്ര ബില്ല് കെസിയോ ബേബി? കണ്ടായിരുന്നാ? ചിക്കൻ ബിരിയാണിക്ക് 230, ചട്ടിച്ചോറ് 380. ഇച്ചിരി അടുത്ത് പോയി എനിക്ക്. ആണല്ലേ? കാരണം സാധാരണ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും പകുതി എത്തുമ്പോൾ എൻ്റെ വയറിറങ്ങി, മുഴുവൻ കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഫുള്ള് കഴിച്ച് കഴിഞ്ഞിട്ടും വിശപ്പുണ്ടായിരുന്നു. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ ചിക്കൻ ബിരിയാണി ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരുന്നു. ചിക്കൻ ബിരിയാണി ചട്ടിച്ചോറ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അധികം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ചട്ടിച്ചോൻ ഫാനല്ല. പിന്നെ ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷ് ആയതുകൊണ്ട് കഴിച്ചു നോക്കാന്ന് വെച്ചാൽ ആലോചിച്ചിട്ടുണ്ട്. കാരണം ചിക്കനും ബീഫും ചെമ്മീനും എല്ലാം ഉണ്ടായിരുന്നു, മീൻകറി എല്ലാം ഉണ്ടായല്ലോ. എന്നാലും അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആണ് അവരുടെ. ആണോ? ഓക്കെ, എന്തായാലും ഫുഡ് കൊള്ളാം, അത്യാവശ്യം ഡീസൻറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീണ്ടും യാത്ര തുടങ്ങുന്നു. റെഡി? വിശപ്പൊക്കെ മാറിയല്ലോ.
ഇനി എന്തെങ്കിലും കഴിക്കാൻ നടത്തണോ? ഉണ്ടോ? പോവാം. അപ്പോൾ നമ്മൾ നേരെ ടോളിലേക്ക് പോകുന്നു. ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ഇതന്നെ ചേച്ചി അങ്ങനെ 67 അല്ലേ? 70ന്റെ പകുതി. ഓ 70ന്റെ പകുതി. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ. ഇനി കാർത്തി വരാണ്ട്. മട്ടൻ അരണ നിഹാരി ഘോഷ്. മട്ടൻ നിഹാരി ഘോഷ്. നിഹാരി ഘോഷ് മട്ടൻ എന്ന് പറയണ്ട ഘോഷ്. നിഹാരി ഘോഷ്. ഘോഷ് എന്ന് പറഞ്ഞ മട്ടനാണോ? നമുക്ക് എഴുതാനല്ല അറിയാം, വായിക്കാറുണ്ടല്ലോ. അതിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ ഇന്ന് മട്ടനാണ്. കൊളസ്ട്രോൾ. അയ്യോ പി പി മട്ടനാട്ടോ ഇന്ന് മട്ടനാണ്. ശുണ്ടും ഇവിടെ സെറ്റാണ്. ശുണ്ടിയുടെ സെറ്റായി. ഇവിടെ ഒരു മുട്ടായി കഴിക്കുന്നു. ബിബി ശുണ്ടു ഇനി വരുന്നതല്ല. സുത്തണ്ണ ഒരു മോനെ കൂടി നിങ്ങൾ നോക്കേണ്ടി വരും കേട്ടാ. തിരിച്ചു വരുമെന്ന് തോന്നല്ല. നമ്മൾ സുത്തണ്ണന്റെ സ്ഥലത്തെത്തി. മങ്കാംകുഴി അതാണ് സ്ഥലത്തിന്റെ പേര് കേട്ടോ, മങ്കാംകുഴി. ഇവിടെ എത്തിയിട്ട് ആക്ച്വലി സുത്തണ്ണൻ അപ്പം ഓഫീസിൽ പൂട്ടാനായിട്ട് പോയി. ഇങ്ങനെ ഞാൻ ചുമ്മാ നടന്നൊരു ചായ കൂടി സ്ഥലമൊക്കെ കാണുന്നത് കൊള്ളാം. നമ്മളെ പണ്ടത്തെ പക്ക ഗ്രാമപ്രദേശമുള്ള സ്ഥലം കാണുന്നത്. ഇഷ്ടപ്പെട്ട സ്ഥലം, ഭയങ്കര ഒരു പീസ് മൂഡ് സ്ഥലം. ഞാൻ കാണിച്ചു തരാം. പഴയ ഷേപ്പിലുള്ള കടകൾ, ഫുൾ നൈസ് ഒരു പ്ലേസ് കേട്ടോ, നല്ല പ്ലേസ്. ഞാൻ സുൽത്താണ്ട് വന്ന് കറങ്ങിയിട്ട് വന്നു. സുൽത്താൻ എങ്ങനെ ഉണ്ട് വണ്ടി? സൂപ്പർ. അണ്ണൻ അപ്രൂവ്ഡ്. ഓടിക്കാനേ നല്ല ഫ്രണ്ട് കാണാം. ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ അതേപോലെ നല്ല പിക്കപ്പ് ഉണ്ട്. കാല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പോകുന്നുണ്ട് വണ്ടി. കാർത്തി എത്താറായെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തുമെന്ന് പറഞ്ഞവനാ. അവൻ വൈകുന്നേരം എത്രയാണ്? 6:30 ഇതെല്ലാം എത്തിയില്ല. കൃത്യനിഷ്ഠ കൂടുതലുള്ള വേന. കൃത്യനിഷ്ഠ എന്നൊരു സാധനമുള്ള അറിയാം അവനൊക്കെ. ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് ട്രാപ്പായി പോയതാണ്. അല്ലായിരുന്നു ഞാൻ ഫസ്റ്റ് എത്തിയേനെ. അല്ലെങ്കിൽ നിന്നെക്കാളും ഫസ്റ്റ് ഞാൻ എത്തിയേനെ. എന്നടാ ഹർഷമാനെ സുഖാണോ? ഡാർക്ക് ബ്ലാക്ക് അല്ലേ? ഗംഗയുടെ സെയിം കളർ ഷാഡോ. നല്ല അന്തസ്സുള്ള ഐശ്വര്യമുള്ള പേര്. ഹൈ ഷാഡോ മീറ്റ് ഏഞ്ചൽ. ഏഞ്ചൽ മീറ്റ് ഷാഡോ. എന്താണ് പേരെന്ന് പറഞ്ഞാൽ അതിന്റെ? നിഹാരി ഘോഷ്. നിർവാനാന്ന്. എന്നെങ്ങനെ എടുക്കോ നീ? ജോസ് കഴി. ജോസിന് ഒരു നേരത്താ നിന്റെ 4 പെട്ടിയുടെ കാശായി പാട്ട്. വിളിച്ചെടുത്ത് അവമാനിക്കുന്നു. ഒരു ഞാൻ പോയി കിടക്കും. അതാണ് എന്റെ ഒരേ മീറ്റർ തലപൊക്കി നോക്കണോ? ഞങ്ങൾക്ക് തന്നില്ല. ആദ്യം ഗണപതി കൊടുക്കണമെന്നാണ് പറഞ്ഞ. ആദ്യം ഗണപതി കൊടുത്തിട്ട് തിന്നുള്ളത്. എനിക്ക് വിളിച്ചത്. ഞാൻ രക്ഷപ്പെട്ടു. ഹലോ അണ്ണ എന്താ കിട്ടാ സാധനം ഉണ്ടാക്കണേ? ഞാനൊന്നും കഴിക്കട്ടെ. ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കിയായിരുന്നു. അടുപ്പേ നിറക്കിയപ്പോഴാണ് കഴിച്ചാ നീ.
ഒരു സാധനം എനിക്ക് മാത്രമായിട്ട് അണ്ണൻ മന്തി, അതും അൽഫാം മന്തി. ഇത് മേടിച്ച ഒരു കാലമാടം വന്ന് എന്നെ വിളിച്ചുണർത്തി. ഇവരെല്ലാരും കൂട്ടുന്നതല്ല യൂട്യൂബ് റൂട്ടേഴ്സ്. രാവിലെ എഴുന്നേറ്റ് ഒരു ഡയറ്റ് എന്തെന്ന് പറഞ്ഞിട്ട് എണീറ്റ് നേരം പോലെ വാഗിന് ഗ്രൈൻഡർ കണക്ക് ചവച്ചോണ്ടിരിക്കുക. അതിന് മുമ്പ് ജാമ്പൊക്കെ അടിച്ചില്ലേ നീ? അതിന് മുമ്പ് നീ മറ്റേ കൊച്ചുങ്ങളെ ചോക്കോസ് എടുത്തുന്നില്ലേ? തിന്ന് അണ്ണൻ രാവിലെ ചിക്കൻ സ്റ്റൂ എന്നാടാ നല്ല ചൂട് ചിക്കൻ സ്റ്റൂ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് സാമ്പാർ കൊള്ളാണോ സൂപ്പറെന്ന് ഇഡലിയിലൂടെ പൊളിക്കൂന്ന്. അപ്പൊ തന്നെ അവര് വീട്ടിൽ നിറക്കിണ്ടായിരുന്ന നിങ്ങളെ വണ്ടിയിൽ നിന്ന് ഞാൻ ഡ്രിഫ്റ്റ് അടിക്കും. അപ്പൊ അതിന് വളരെ ചെറിയ ഒരു ആഗ്രഹം നീ അടിച്ചോളൂ. എടാ ഒരു കർവ് പുതിയ നന്നാക്കി തരാൻ പോലും പറഞ്ഞില്ല. ഒരു കറി പുതിയത് എന്റെ ചേട്ടനായിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞേനെ മോന് ഓടിച്ചോന്ന് പറഞ്ഞേനെ. എന്റെ ചേട്ടനായിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞേനെ മക്കൾ എന്താന്ന് വെച്ചാ ചെയ്തോളാം. എന്താണ് എന്റെ ഹസ്ബൻഡ് അവന്റെ ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം അവന് 3-4 ലോൺ കൂടെ എടുത്ത് കൊടുക്കാം. നല്ല സംശയം ഇവന് നിന്റെ ഒരു നോട്ടമുണ്ട്. ഇവൻ തുണിയുടെ നമ്മളെ നല്ല രസമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ നോട്ടമുണ്ട്. നേരത്തെ തുണിയില്ല എന്നപ്പോഴേ വർഷ കാണണം എന്നുണ്ടെങ്കിൽ ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇനി ഒരുമിച്ചിട്ടുണ്ടാട്ടാ എന്തൊരാശ്വാസം ഒരു കുടുംബക്കല്ലെങ്കിൽ ഇവൻ ചുമ്മാതില്ല കള്ള കഴിക്കായിരിക്കണം. എനിക്ക് അപ്പോഴേ തോന്നി ഇവന് പെണ്ണിട്ടല്ല സത്യം. ഇവൻ അതാണ് അത് അതാണ് ഇതന്നെ ചോദിക്കണം. ഇവര് ആൺകുട്ടികളെ ഇഷ്ടമാണ്. ചുമ്മാ സന്ദീപേട്ടൻ രാവിലെ വിളിച്ച് എണീപ്പിച്ചെന്റെ മുതലാളിക്ക് ഇപ്പൊ ഒരു ഭാര്യയുണ്ട്. ഞാൻ അത്രക്കാരനല്ല. കാർത്തിച്ചേട്ടൻ രാവിലോട്ടുള്ള സ്കിൻ കെയർ ഹെയർ കെയർ കാണുമ്പോ എനിക്ക് ഇവര് ഇന്നലെ പറഞ്ഞത് ഓർമ്മ പറഞ്ഞേ. 2 ആഴ്ച 3 ആഴ്ചയും കാർത്തിച്ചേട്ടൻ കുളിക്കൂലായിരുന്നു. ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഞാൻ എന്നെ തന്നെ ഉയർത്തിയെടുത്തു. മനസ്സിലാക്കണം. അതെനിക്ക് കുഴപ്പമില്ല. എനിക്കും കുളിക്കണമെന്ന് ഇഷ്ടമില്ല. കന്യാകുമാരി പോകണ്ടോ? നാളെ രാവിലെ കന്യാകുമാരിയിൽ എന്തിനാണ് നമ്മൾ പോകുന്നത് വെച്ചാൽ ഇവക്ക് സൂര്യോദയം കാണാൻ. എന്റെ ഭാര്യയാണ് അവള്. എനിക്ക് സൂര്യോദയം കാണണ്ട. എനിക്ക് സൂര്യോദയം കാണേ വേണ്ട എനിക്ക് കാണണ്ട. നിങ്ങൾ എല്ലാരും കൂടി പോയി കണ്ടിട്ട് വന്നാ മതി. എനിക്ക് ഭർത്താവിനുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങണം. ഭർത്താവിന്റെ കൈ പിടിച്ചിരുന്ന് കാണണമെന്നാണ് ആഗ്രഹം. എല്ലാവർക്കും ആഗ്രഹം നിന്നോട് സൂര്യോദയം കാണണമെന്നാണല്ലോടാ. ഞാൻ എന്തോന്നാ മോഹൻലാലും അല്ലോ എല്ലാവരും എന്റെ കൂടെ കിടന്ന് കാണാൻ. ഓ എടാ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. യാത്രക്കാരല്ല. മുതലാളി ഉണ്ടെന്ന് ഇത് വലിയ പ്രശ്നമാവും കേട്ടാ. ഞങ്ങള് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പൊ ഞങ്ങള് വണ്ടിയുടെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാണ്ട്. ഞാൻ വാട്ട്സ് ഇൻ മൈ കാർ. അങ്ങനെ നമ്മള് നമ്മുടെ കാർ വാട്ട്സ് ഇൻ മൈ കാർ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.
അപ്പൊ നമ്മൾ ഇവിടെ തിരിക്കുന്നു. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് കന്യാകുമാരി ഫുഡ് കഴിക്കാൻ ഏതോ ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. വെളിമണി എവിടെ പോണ്? എവിടെ വന്നേക്കണേ നമ്മൾ? കണ്ണെവിടെ പോണ്? ഒരു വരാൽ ഫ്രൈ, പിന്നെ ചിക്കൻ ഉണ്ടോ? ചിക്കൻ ഉണ്ടല്ലോ. എടാ ഞാനേ ഈ പറഞ്ഞ വരാല് വരുമ്പോഴത്തെ നിന്റെ കൈ വെച്ചിട്ട് കളന്നു നോക്കട്ടെ ഈ വീഡിയോയിലുള്ള കണക്ക് അത്ര ഉണ്ടോ? അത്രയും കാണില്ല, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അതതിന്റെ വീതിയായി ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അതിന് 700 രൂപ. വരാല് വരാല് മീൻ വണ്ണോണോ ഉദ്ദേശിച്ചത്? അത്ര ഇല്ലെന്നുണ്ടെങ്കിൽ കായലിലെ മീൻ വരാല് വിശക്കണല്ലേ? വിശക്കുമ്പോൾ ഫുഡ് കഴിക്കണ്ടേ? പൊറോട്ടയൊക്കെ പിന്നെ ആര് കഴിക്കും? രാവിലെ അവളൊന്നും കഴിച്ചില്ല. 2 അപ്പം മുട്ടയും കൊടുത്തിട്ട് ആ പട്ടി വന്നപ്പോ പട്ടിക്കിട്ട് കൊടുത്തു 2. എന്നിട്ടേ ഇന്നലെ പട്ടി അടുത്തെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ഓടി. കൊടുക്കും. പട്ടി അടുത്ത് വരാൻ പാടില്ല. അവിടത്തെ മുട്ടയാണ് രാവിലെ കിട്ടിയത്. സൈസ് കുറവ് മുട്ട, നാടൻ കോഴി കുറവാണല്ലേ. നാടൻ നാടൻ കോഴി മുട്ട കഴിക്കണേ, പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായില്ല. ഇവിടുത്തെ നാടൻ കോഴി പക്ഷേ വേറെ ഒരു ടെക്സ്ചർ ആയിരുന്നു. സാധാരണ നാടൻ കോഴിക്ക് മഞ്ഞയ്ക്ക് ഒരു കട്ടി ഉള്ളൂ ഒന്നില്ലേന്നുണ്ടാവും. B3 മുട്ടകളാണ് ആ വരുന്നത്. ആ പറയുന്ന B3 കോഴികൾ എന്നാണ് പറയുന്നത്. ആകെ PPK ഉണ്ടാക്കിയുള്ളൂ മുട്ട ഉണ്ടാക്കിയത്. അതിനകത്ത് നിന്നാണ് ബാക്കി എന്നെ പറയല്ലേ? പിന്നെ മുട്ട രാവിലെ കട്ട് തന്നിട്ട് എന്നെ പറയല്ലേ? അതല്ലടാ, ഇവൻ ആദ്യമേ കൊണ്ടുപോയി. ഇവൻ കള്ളനാ, 2 മുട്ട തിന്ന്. എന്നിട്ട് അത് ആ 2 മുട്ട പോയിട്ട് വീണ്ടും പുഴിയാണ് അടുത്ത സെറ്റ്. അതാണ് നീ തിന്നത്. നീ ഒരു കള്ളൻ തന്നെടാ. ചേട്ടനാണ് ഇവൻ രാവിലെ വൈകിട്ട് കൊക്കോപ്പിട്ട് ഇറങ്ങി. 5 മണിക്ക് ഉറക്കഴിച്ചിട്ട് 5 മണിക്ക് ഉറക്കഴിച്ചിട്ട് 8 മണി ആണ്ടിടയില് പാലില്ലേ, പാല്, മുട്ട ഉണ്ടോ, മുട്ട, ആപ്പിൾ ഇല്ലേ, ആപ്പിൾ, മാംഗോ ഇല്ലേ. ഇത് ഇത്രയും സാധനം തിന്നാനേ പറഞ്ഞത്. ഇവൻ ആദ്യം ഒരു ദിവസം പക്ഷെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലെ നല്ല ക്വാണ്ടിറ്റി, നല്ല വിത്തുള്ള ജഗ്ഗ് നിറച്ചാണ് പാല് കുടിച്ചെടുത്തത്. അതൊരു കപ്പ് പാല്, 1 കപ്പ് പാല് കുടിക്കണ്ടേ ഒരു മനുഷ്യൻ ഒരു ദിവസം? 1 ലിറ്റർ പാല്, അല്ല 1 ലിറ്റർ പാല്, 2 മുട്ട, 3 മാങ്ങ. ഓ എന്റെ കൊച്ചിനൊരു മാങ്ങ വെക്കാതെ മൊത്തം മാങ്ങ തിന്നു. ഇതെന്തോടെ ഇത്? ഇത് ഞാൻ എവിടെയോ പാത്തിറക്ക്, എങ്കയോ പാത്തിറക്ക്. ചായ വരെ അളന്നാണ് ഒഴിക്കണം, 90 വെച്ച് കുടിക്കണം. എന്റെ അളിയ കൃത്യം കേട്ടാ, സത്യം. എത്ര എക്സ്പീരിയൻസ് അളിയാ? വെള്ളം ഒഴിച്ച് എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? വെള്ളം അടിച്ചെത്ര എക്സ്പീരിയൻസ്? അങ്ങനെ വെള്ളം അടിക്കൂല. വെള്ളം അടിക്കൂലേ? വെള്ളം അടിക്കൂലേ നീ? വെള്ളം കളയും എടുത്ത് ഒഴിച്ചു കൊടുക്കും ഇതുപോലെ അല്ലേ? ഇല്ല, ഒഴിച്ചു കൊടുക്കുന്നില്ല. ആരെയും ഒഴിച്ചു കൊടുക്കാറില്ല. ഞങ്ങള് വെള്ളം ഒഴിക്കണ സാറിനാ, ഞങ്ങള് മിനറൽ വാട്ടറിന്റെ സാറാണ്. ഇവ എന്തിനാ സാറാണ്? ഇത് പൊറോട്ട വന്നു, ഊണ് വന്നു, ചിക്കൻ റോസ്റ്റ്, വാളക്കറി. ഞണ്ടാര് പറഞ്ഞ എന്ത് പറയുന്ന? ഓ ഞാൻ പറഞ്ഞില്ലേ വലിയ അത് എവിടെയോ വളഞ്ഞ് പൊക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പിടിച്ച് പൊരിച്ചു. സത്യം ഒരു വളമുണ്ട് കേട്ടോ. പള്ളയില് 2 ക്യാരറ്റ് തള്ളി കയറ്റി വെച്ചു. നമ്മള് കഴിച്ചിറങ്ങി. സ്ഥലം ഏതെന്നാ? ഒരു ഷാപ്പുണ്ട്, ഒരൊറ്റ മനുഷ്യൻ വരരുത്. അതുകൊണ്ട് തന്നെ സ്ഥലത്തിന്റെ പേര് കടയിൽ ഞാൻ പറയുന്നില്ല. ഒരൊറ്റ മനുഷ്യൻ വരരുത്. ചോറ് മാത്രം കുഴപ്പമില്ല, ബാക്കി കറികളെല്ലാം ഞണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് അല്ലാത്ത നല്ല പൊട്ട ഞണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, വാളമീൻ വറുത്തത് കൊണ്ടുവന്നു. പുറത്ത് കരിഞ്ഞും ഉള്ളിൽ പച്ചയുമായിട്ടുള്ള വരാൽ. പിന്നെ വാളക്കറി കുഴപ്പമില്ലായിരുന്നു, ചിക്കൻ കറി കുഴപ്പമില്ലായിരുന്നു. ബാക്കിയൊക്കെ ഒരു ബിലോ ആവറേജ് എന്തിനാ പറയേണ്ടത്? അങ്ങനെ ബില്ല് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 ടേബിളിൽ അപ്പുറത്തെ സുഹിത്തണ്ട് അവിടെ 3035 രൂപയെന്ന്. 3000 എന്തോരം പഴംപൊരി വാങ്ങിച്ചു.
സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിസപ്പോയിന്റ് ആയി പോയി. 3035 നമ്മള് മേടിച്ച പകുതി സാധനങ്ങൾ അവിടെ വെച്ചിട്ടാ വന്നേക്കണേ. അതാണ് വേറെ കാര്യം. അത് കണ്ടെങ്കിൽ അവരിത്തിരി റേറ്റ് കുറയ്ക്കണ്ടേ? 1 രൂപ അവര് നമ്മൾ ഈ കംപ്ലൈന്റ് പറഞ്ഞവരടുത്ത് 1 രൂപ അവരെ സൈഡിൽ തെറ്റല്ലേ? പകുതി പൊരിഞ്ഞത് കൊണ്ടോ അകത്ത് പച്ച മീൻ ഞാൻ ആ സമയത്ത് എടുത്തില്ല വീഡിയോ. അത് ഷെഫിനെ മാറ്റണം. പച്ച അകത്ത് പച്ച മീൻ എന്ന് പറഞ്ഞാലും പക്ഷെ മീൻ പഴയതാണ്. മര്യാദക്ക് കുഞ്ഞു പറഞ്ഞാ മന്തി വാങ്ങിച്ചാൽ മതി. സത്യം പിള്ളേരെ വാക്ക് കേൾക്കണം. പിള്ളേരെ വാക്ക് കേൾക്കണം. ആ കൊച്ചു മന്തി വന്നപ്പോ നിങ്ങളാണ് പറഞ്ഞത് പൊരിച്ച മീനും ചോറും കൊണ്ട് തലയിൽ പിടിച്ചൊരു കറി. അത് നീയാണ് പറഞ്ഞത്. അത് ഇവനാ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ആർക്കും വയറിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, പേടിക്കണ്ട. ആരും കഴിച്ചാലല്ലേ പ്രശ്നം ഉണ്ടാവും. അപ്പൊ സന്ദീപ് പോലും വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചേ. ഇതപ്പോ ഞങ്ങള് ഇത്രയേ ഉള്ളൂ. ഫുഡ് കഴിച്ചിറങ്ങി പൊതിഞ്ഞെടുത്ത് കൊടുത്തിട്ട് വീടിന്റെ അപ്പുറത്തെ പട്ടിക്ക് കൊടുക്കും. പിന്നെ നമ്മൾ ആ പട്ടിയോട് എന്തെങ്കിലും ദ്രോഹം കാണിക്കണം, അതും ചെയ്തില്ല. നമ്മള് പൊതിഞ്ഞും വേണ്ടെന്ന് പറഞ്ഞു. കേട്ടോ? അപ്പൊ അത്രയേ ഉള്ളൂ. ഞങ്ങളിപ്പോ സുൽത്താന്റെ വീട്ടിൽ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇനി നെക്സ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ് അളിയാ? സുൽത്താന്റെ വീട്. സുൽത്താന്റെ വീട് കഴിഞ്ഞിട്ടുള്ള സ്ഥലം തിരുവനന്തപുരം. ഓഫ് ടു ട്രിവാൻഡ്രം. നല്ല പറ്റിയ രണ്ട് ടീമാണ് ഒന്നിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. ഇനിയിപ്പോ കാർത്തിന് വണ്ടി എടുക്കുന്നത് നല്ല എക്സ്പീരിയൻസ് പിന്നെ പോയി ചോദിക്കാം. അപ്പൊ നമുക്ക് ബൈ. ഇവിടെ ഇതിന്റെ സെറ്റിങ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് അതിൽ എഴുതി കാണിച്ച് വണ്ടി മൂവ് ആയി എഴുതി കാണിച്ച് സെറ്റിങ്സ് കനോട്ട് ബി ആക്സസ്ഡ് വെൻ വെഹിക്കിൾ ഈസ് ഇൻ മോഷൻ എന്ന്. അപ്പൊ നിന്റെ പെങ്ങളെന്നറിയാവോ, വണ്ടി അപ്പിട്ടുകൊണ്ടിരിക്കണ ആ സമയത്ത് ചെയ്തുകൂടെന്ന്. ഞാൻ ഷുണ്ടോ എടാ അവള് പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടടാ. എന്താണ്? മോഷൻ ആവുമ്പോഴത്തേക്കും വണ്ടി അപ്പിടുന്നതല്ലേ, എവിടെ കൊണ്ട് അപ്പിയിടും? ഇങ്ങോട്ട് നോക്ക്, മൂട് കൊണ്ട് അപ്പിയിടും. പറ്റുമെങ്കിലേ ആ ഫ്രണ്ടിൽ കൂടെ കയറി ഉണ്ടോ? ഞങ്ങൾ അവളെ കയറി പൊക്കോളാം. ഞങ്ങൾ ഇറങ്ങുമല്ലോ. അത് ഞങ്ങൾ അതിൽ കയറുന്നോളാം. സന്ദീപിനോട് ഇങ്ങോട്ടും പറഞ്ഞിട്ട് വരാം. വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ചാർജ് സ്റ്റേഷൻ വന്നു. വണ്ടി ചാർജ് ഇട്ടു. ഇപ്പം കറൻ്റ്ലി ഒരു 30% ചാർജൊക്കെ ഉണ്ട്. നമ്മൾ ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 41 ഇവിടെ പക്ഷേ കിടിലം കേട്ടോ. ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. ഒരു വെൻഡിങ് മെഷീനിൽ ഇഷ്ടംപോലെ ലേസ് സാധനങ്ങൾ, മിഠായി, ജ്യൂസ് എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു ചാർജ് സ്റ്റേഷൻ കാണുന്നത്. ഇവിടെ ലോഞ്ച് ഉണ്ട്. നമുക്ക് കിടക്കാം, ഇവിടെ കിടക്കാം, ഇരിക്കാം, പത്രം വായിക്കാം. ഫാന്, ടി വി ഇല്ല കേട്ടോ. ടി വി ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. വെള്ളം എല്ലാം ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ലൊരു ചാർജ് സ്റ്റേഷൻ. അവിടെ വണ്ടി അടിച്ചായിരുന്നു. ഇവിടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ സ്പോർട്സ് മോഡ് ഇട്ട് കാല് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളൊരു ഫീലാണ്. അടിപൊളി. ഇറങ്ങാം. കാർത്തി ഇവിടെ വന്നപ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പ് എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞ്, പരിപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അൽത്താമാരി പോണെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ മുകളിൽ ഇരുന്ന് നിൽപ്പനടി. ഒരു കവർ, തമിഴ്നാട്ടിലാണ് ഒരു കവർ പൊട്ടിക്കുന്നു, അടിക്കുന്നു, തിരിച്ചു വരുന്നു. എടാ കാർത്തി, നീ എവിടെ പോയത്? ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ. ആദ്യം നീ എവിടെ പോയത്? ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ. അത് ടച്ചിങ്സിന്. നീ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാറുണ്ടല്ലോ. നീ അതിന്റെ മുകളിൽ നിന്ന് എടാ, നീ അതിന്റെ മുകളിൽ നിന്ന് ഒരു കവറ് വാച്ച് തമിഴ്നാട്ടിലടക്കം നിൽപ്പരടി അടിച്ചിട്ടല്ലോ പറഞ്ഞത്. അത് നമ്മൾ സംശയിക്കാൻ ടച്ചിങ്സ് വാങ്ങിച്ചോ നീ? ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ടച്ചിങ്സ് വെച്ചാണെങ്കിൽ കുടിച്ചാൽ മതി അങ്ങോട്ട്. ഓ ഗൈസ്, ഞങ്ങൾ അങ്ങനെ കാർത്തിയുടെ വീട്ടിലെത്തി. ശുണ്ടോ, അത് ഞാനടാ, ഞാനല്ല, ശരണ്യയും കാർത്തിയൊക്കെ. കുഞ്ഞാ അവിടെ വർഷം റെഡിയാവുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ എവിടെയാടാ നമ്മൾ പോണേ? കന്യാകുമാരിയിലേക്ക് പോവാണ്. ഗായകനല്ല ഞാൻ, കഥാകാരനല്ല ഞാൻ, കന്യാകുമാരിയിലേക്ക് ഒരു സഞ്ചാരി ഞാനുണ്ട്. അവനതിന് മറുപടി വന്നു, എന്തോ തള്ളിട്ടോ. അപ്പൊ നമ്മള് നേരെ ഓഫ് ടു കന്യാകുമാരി. നാളെ നിങ്ങൾക്ക് സൺറൈസ് കാണിച്ചു തരാം. അപ്പോ
ഇവരാരെങ്കിലും കാണിച്ചു തരും.